ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ മോഹിനി ഏകാദശിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണ് മോഹിനി ഏകാദശി. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ധനഞ്ജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 5 പുത്രന്മാരാണ്. 5 പുത്രന്മാർ നല്ല മിടുക്കന്മാരൊക്കെ ആയിട്ടാണ് അദ്ദേഹം വളർത്തിയത്. അവർക്ക് നല്ല എഡ്യൂക്കേഷനൊക്കെ കൊടുത്തു, വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്തു. പക്ഷേ 5ാമത്തെ പുത്രൻ, ഇളയ പുത്രൻ വളരെ മോശക്കാരനായിരുന്നു. അയാൾ വളരെ മോശമായിട്ടുള്ള പ്രവൃത്തികളും ദുഷ്ടചെയ്തികളും ഒക്കെയാണ് ചെയ്തിരുന്നത്. മാത്രമല്ല, അദ്ദേഹം വലുതായപ്പോൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ അയാൾ മാറുകയുണ്ടായി. ചീത്ത സ്ത്രീകളെ പോയി കാണുക, അങ്ങനെയുള്ള പല ചീത്ത കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. ഇത് ബ്രാഹ്മണൻ അറിയുകയാണ്, അച്ഛൻ അറിയുകയാണ്. അദ്ദേഹം ഒരിക്കൽ മകനോട് പറയുകയാണ്, ഇനി മേലിൽ എൻ്റെ വീടിൻ്റെ പടി നീ കയറരുത് എന്ന് പറഞ്ഞിട്ട് മകനെ ശാസിക്കുകയാണ് അവർ. ഇനി മേലിൽ ഈ വീടിൻ്റെ പടി നീ കയറിപ്പോവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ് ആ മകനോട്, ഇനി വീട്ടിലേക്ക് കയറരുതെന്നും നിൻ്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ അറിഞ്ഞു എന്നും ആ അച്ഛൻ പറയുകയാണ്. അങ്ങനെ ഒടുവിൽ ആ മകനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. പിന്നീട് ആ മകൻ ആ നാട്ടിൽ വലിയ ഒരു പൊതുശല്യമായിട്ട് മാറുകയാണ്. നാട്ടിൽ പല ചീത്ത പ്രവൃത്തികളും, നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ അയാൾ ചെയ്യാൻ തുടങ്ങുകയാണ്. നാട്ടിൽ വീടുകളൊക്കെ ആക്രമിച്ചു കയറുന്നു, വീട്ടിലുള്ള സ്വത്തുവകകളൊക്കെ തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. ഒടുവിൽ പൊറുതിമുട്ടി നാട്ടുകാരെല്ലാവരും കൂടി ഒന്നു ചേർന്നുകൊണ്ട് അയാളെ ആ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ആ ഇളയ പുത്രൻ എത്തുന്നത് ഒരു കാട്ടിലാണ്. അങ്ങനെ ആ കാട്ടിലെത്തിയപ്പോൾ അയാൾക്ക് ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് അവിടെയുള്ള പക്ഷി മൃഗാദികളെയൊക്കെ വേട്ടയാടി പിടിച്ചുകൊണ്ട് അതിനെയൊക്കെ ചുട്ടുകൊണ്ട് ഭക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആ ഒരു ജീവിതം മടുത്തു. എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം, തൻ്റെ പഴയ നാട്ടുകാരുമായിട്ട് ഇടപഴകണം, തൻ്റെ അച്ഛനെ കാണണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുകയാണ്. അയാൾക്ക് നന്നാവണമെന്നുള്ള ചിന്ത ഉണ്ടാവുകയാണ്. അതിനിടയിലാണ് കാട്ടിൽ നിന്ന് കൗടില്യ മഹർഷിയെ അദ്ദേഹം കാണുന്നത്. അങ്ങനെ മഹർഷിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മഹർഷി, എനിക്ക് നല്ലവനാവണം, എനിക്ക് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തണം. ഞാൻ എന്താണ് മഹർഷി ചെയ്യേണ്ടത്? ഞാൻ ഇത്രകാലം വളരെ മോശക്കാരനായിട്ടാണ് നടന്നത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, മോനെ, വരുന്ന വൈശാഖ മാസത്തിലെ ഏകാദശി, മോഹിനി ഏകാദശി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നീ എന്ത് ചെയ്യണം? ആ വ്രതം നീ അനുഷ്ഠിക്കുക. അങ്ങനെ അനുഷ്ഠിക്കുന്നത് വഴി നിൻ്റെ എല്ലാ പാപങ്ങളും നശിക്കും. അതുപോലെ നിനക്ക് സമൃദ്ധി ഉണ്ടാവും, നിൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം മോഹിനി ഏകാദശിക്ക് പിറകിൽ ഇങ്ങനെയൊരു കഥ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് കൂടി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ മോഹിനി അവതാരം എന്ന് പറയുന്നത് ഭഗവാന്റെ ദശാവതാരങ്ങളിലെ മറ്റൊരു അവതാരമാണ്. പാലാഴി കടഞ്ഞെടുക്കുമ്പോൾ ഭഗവാൻ മോഹിനിയുടെ രൂപത്തിൽ വന്നിട്ട് രാക്ഷസന്മാരെ പറ്റിച്ച കഥയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അപ്പോൾ ആ ഒരു മോഹിനി എന്ന് പറയുന്നതിന് നമ്മുടെ മോഹങ്ങൾ സഫലമാകുക അല്ലെങ്കിൽ എന്നുള്ളൊരു അർത്ഥം കൂടി, അല്ലെങ്കിൽ ആ ഒരു വ്രതത്തിൻ്റെ പ്രാധാന്യം അങ്ങനെയാണ്. അതുപോലെ നമ്മുടെ പാപങ്ങൾ നശിക്കുന്നു. ഭഗവാനിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ, ഈ ഒരു ഏകാദശി നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ നശിക്കുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണ് വൈശാഖ മാസത്തിൽ ഈ ഒരു ഏകാദശി. ഈ പ്രാവശ്യത്തെ വൈശാഖ മാസത്തിൽ വ്യാഴാഴ്ച കൂടിയാണത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് അത് വ്രതം അനുഷ്ഠിക്കണം. ഞാൻ കുറച്ച് നേരത്തെ പറയേണ്ടതായിരുന്നു, പക്ഷേ എൻ്റെ ഫോണിൽ ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടായി, അതുകൊണ്ടാണ് ഞാനത് ഇടാഞ്ഞത്. മാത്രമല്ല, ഈ ഒരു ഏകാദശി നോൽക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചില ആളുകൾ തലേന്ന് തന്നെ വ്രതം അനുഷ്ഠിക്കും, ഒരിക്കൽ ഊണൊക്കെ കഴിച്ചുകൊണ്ട് ആഘോഷിക്കും. മറ്റു ചിലർ ഈ ഒരു ഏകാദശി ദിവസമാണ് അനുഷ്ഠിക്കുന്നത്. ഏകാദശി ദിവസം രാവിലെ എണീറ്റ് ഫ്രഷായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പൂവും നീരൊക്കെ കുടിച്ചുകൊണ്ട് ആരംഭിക്കും. എന്നിട്ട് ഭഗവാനിലെ ക്ഷേത്ര ദർശനം നടത്തുന്നു. ശേഷം ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക, ഫ്രൂട്ട്സും പച്ചക്കറികളും മാത്രം. ധാന്യങ്ങളോ അല്ലെങ്കിൽ ഗോതമ്പോ അരിയോ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഫ്രൂട്ട്സ്, പാല്, പച്ചക്കറി അങ്ങനെയുള്ളതൊക്കെ കഴിച്ചുകൊണ്ട് വ്രതം തുടങ്ങുന്നത്, അല്ലെങ്കിൽ വ്രതത്തിൽ അങ്ങനെയുള്ളൊരു
ഭക്ഷണ ശൈലിയാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇനി ജലപാനം പോലും ഇല്ലാതെ ഏകാദശി നോൽക്കുന്നവരും ഉണ്ട്. ഇനി നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേത് വേണമെങ്കിലും ഫോളോ ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്ത് നഖം വെട്ടാനോ മുടി മുറിക്കാനൊന്നും പാടില്ല കേട്ടോ. ഈ ഏകാദശി ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. അങ്ങനെയുള്ള തെറ്റുകളൊന്നും ആവർത്തിക്കരുത് കേട്ടോ. അപ്പോൾ ഹരേ കൃഷ്ണ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ചാനലിൽ നിങ്ങൾക്കിതുപോലെയുള്ള കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കാം. കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഭഗവാന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് പ്രേക്ഷകരും ഞാനുമൊക്കെ ആ കൃഷ്ണാനുഭവങ്ങൾ കേൾക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കഴിയുമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ കൃഷ്ണാനുഭവങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.